ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ. നമുക്ക് നിരവധി വാട്സപ്പ് കോളുകൾ സാധാരണ വരാറുണ്ട്. നമുക്ക് സാധാരണ കോളുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്സപ്പ് കോളുകൾ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിലാണെങ്കിൽ നമ്മൾ ഫോൺ എടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് അറിയാൻ പറ്റാത്തതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞിരുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഇവർക്ക് അറിയാത്താണെങ്കിൽ അവർ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അവർക്ക് ഉപകാരമാവല്ലോ. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മൊബൈലില് വാട്സപ്പിലുള്ള വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം നമുക്ക് കൈകൊണ്ട് തൊടാതെ തന്നെ നമ്മൾ ആരാണ് വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഓപ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ വാട്സപ്പ് ദിവസവും പറയുന്ന പോലെ തന്നെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ അപ്ഡേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാണ്, അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഓപ്പൺ ആണ് കാണിക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വാട്സപ്പിൽ നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഒരാളുടെ പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, എന്റെ അനിയത്തിയുടെ പേര് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ അവരുടെ ആ ഒരു പ്രൊഫൈൽ കാണിക്കല്ലോ, DP കാണിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ടോൺ ഓൺ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് മെസ്സേജ് ഒക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ടോൺ വരും. ഇവിടെ പറയാൻ പോകുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് റിംഗ് ടോൺസ് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. ഈ റിംഗ് ടോൺസ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് അവസാനം ആകുമ്പോഴേ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഫോണിന്റെ റിംഗ് ടോൺസിന്റെ സെറ്റിംഗ്സിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കുറെ സെറ്റിംഗ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലാസിക് തീംസിലാണ് നമുക്ക് ഇവിടെ വന്നു നിൽക്കുക. ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ടോൺസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അതിൽ ഒരു ഹോളിഡേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടോൺ ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് അതാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കിയിട്ട് ഏതാ ഇഷ്ടമുള്ളത് അത് വേണമെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഹോളിഡേ സെലക്ട് ചെയ്തു. ദെൻ ബാക്ക് വന്നു. അതിനുശേഷം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ സെലക്ട് ചെയ്യാണ്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് റിയാസ്, ഗൾഫിലുള്ള റിയാസിനെ ഞാൻ സെലക്ട് ചെയ്തു. അവിടെ ഇതേപോലെ തന്നെ ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നു ഞാൻ നമുക്ക് റിംഗ് ടോൺസിൽ ഇവിടെ ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ക്ലാസിക് തീംസിൽ താഴേക്ക് വന്ന് ഫങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോൺ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ രണ്ട് ആൾക്കാർക്ക് വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് 4-5 ആളുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അത്രയും വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ റിംഗ് ടോൺ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് കൈകൊണ്ട് തൊടേണ്ട ആവശ്യമില്ല, ആരാ വിളിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും.